ലോകായുക്ത ചട്ടം ഭേദഗതി ചെയ്ത സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഹർജി നൽകിയത്. ഭേദഗതി ഭരണഘടനാപരമായി നിലനിൽക്കില്ല എന്ന് ഹർജിയിൽ പറയുന്നു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം വഴിയാണ് ഹർജി നൽകിയത്. ഇതിൽ പറയുന്നത് സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ്, ഈ ഭേദഗതി ബില്ല് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹർജി വന്നിട്ടുള്ളത്. നേരത്തെ ഗവർണർ ആ ബില്ല് തടഞ്ഞു വെക്കുകയും പിന്നീട് രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. ഇത് ഭരണഘടനാപരമായി നിലനിൽക്കില്ല എന്നുള്ളതാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. അപ്പീലുകൾ പരിഗണിക്കാനുള്ള അധികാരം നിയമസഭയ്ക്കും സ്പീക്കർക്കും നൽകിയത് നീതിന്യായ സംവിധാനത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ ലെജിസ്ലേച്ചറിനോ എക്സിക്യൂട്ടീവിനോ ഇത്തരത്തിലൊരു അധികാരം നിയമപരമായി ഭരണഘടനാപരമായി ഇല്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വതന്ത്ര നീതിന്യായ കോടതി പോലെ പ്രവർത്തിക്കേണ്ട സംവിധാനമാണ് ലോകായുക്ത എന്നും ചൂണ്ടിക്കാട്ടുന്നു. അതിന്റെ ലംഘനമാണ് ഉണ്ടായത് എന്നുള്ള കാര്യവും നിലവിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹർജി ഒരു പക്ഷേ ഇന്ന് തന്നെ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ഉന്മേഷം. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.